എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ഞാൻ വിവാഹാലോചന ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കഥയാണ് പറയുന്നത്. എല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇന്ന് കുറച്ചധികം വർഷങ്ങളായിട്ട്, ഏകദേശം 5 വർഷമായിട്ട് മകൻ്റെ വിവാഹാലോചന നോക്കിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ കഥയാണ്. അതിൽ എടുത്തു പറയാൻ ആ അമ്മയുടെ ഒരു റോളാണ് കേട്ടോ. കാരണം ഈ ഒരു കഥ പറയുമ്പോൾ ആ മകൻ്റെ അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സർവീസിൽ പരിചയപ്പെടുന്ന സമയത്ത് അമ്മേനെക്കുറിച്ച് എല്ലാവരും വിവാഹാലോചന നോക്കുമ്പം നോർമലി ഒരു മാട്രിമോണി സൈറ്റിൽ അല്ലെങ്കിൽ ബ്യൂറോയിലൊക്കെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടും. പക്ഷേ അവരുടെ മനസ്സിലുള്ളത് കേൾക്കുന്നവരുണ്ടായിരിക്കും, ഇല്ല നമുക്കറിയില്ലല്ലോ. അപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ മനസ്സിൽ ജനിച്ച് ഇത്രയും വർഷമായിട്ട്, ഇപ്പോൾ ഒരു അമ്മ അച്ഛൻ അവരുടെ പ്രായം അല്ലെങ്കിൽ ഒരു 34 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അമ്മയുടെ പ്രായമൊക്കെ അറിയാവുന്നതല്ല. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സ്റ്റോറി പറയാൻ കാണും, മാതാപിതാക്കളുടെ ഒരു സ്റ്റോറി പറയാൻ കാണും, അതോടൊപ്പം തന്നെ മക്കളുടെ. ഈ ഒരു അച്ഛനും അമ്മയ്ക്കും 2 ആൺകുട്ടികളായിരുന്നു. അമ്മ പറഞ്ഞത് മൂത്ത മകൻ്റെ വിവാഹം നടക്കുക അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, ദൈവം സഹായിച്ച് പെട്ടെന്ന് തന്നെ നടന്നു. നല്ലൊരു പെൺകുട്ടിയാണ്, ജോലിയുള്ളതാണ്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്. മൂത്ത മകനും വിദ്യാഭ്യാസമുണ്ട്. 2 ആൺകുട്ടികൾക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമുണ്ട്, കാണാൻ ആവശ്യത്തിനുള്ള സൗന്ദര്യവും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് നോക്കുമ്പോൾ ഓക്കെ. പക്ഷേ രണ്ടാമത്തെ മകൻ്റെ കാര്യം വന്നപ്പോൾ അമ്മ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സർവീസിലേക്ക് കോൺടാക്ട് ചെയ്തത് തന്നെ. രണ്ടാമത്തെ മകൻ്റെ കാര്യം വന്നപ്പോൾ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞ സമയം തൊട്ട്, അന്ന് ഈ പറഞ്ഞ രണ്ടാമത്തെ മകനും പ്രായം കുറവായിരുന്നല്ലോ, ആ സമയം തൊട്ട് നോക്കുന്നു, വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. നോർമലി എല്ലാവരും പറയുന്നത് പോലെ തന്നെ ജാതകം അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാജുവേഷൻ ആണെങ്കിലും ഏതിൽ ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നു, ഗ്രാജുവേറ്റഡ് ആണെങ്കിലും അറിയാലോ. പിന്നെ അതോടൊപ്പം ജോലി പ്രൈവറ്റ് ആണോ, ഗവൺമെൻറ് ആണോ, നാട്ടിലാണോ, പുറത്താണോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ടും നോക്കി മടുത്തു സത്യം പറഞ്ഞാൽ. ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ സ്റ്റോറി പറയുന്നില്ല അവരെക്കുറിച്ച്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ആൺകുട്ടി എന്താണെന്നും അവരുടെ കുടുംബം എന്താണെന്നും എല്ലാം അമ്മയായിട്ട് കുറച്ചധികം സമയം ചിലവഴിക്കേണ്ടി വന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോൾ അവിടെ മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും വിവാഹാലോചന നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ പത്രത്തിൽ കൊടുക്കുമ്പോൾ എന്താ, ഒരു ദിവസം ഒരു സൺഡേ വിവാഹ പരിചയം എല്ലാവരും കാണുന്ന കോളുകൾ വരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് വിളിച്ച് സംസാരിച്ച് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലാത്തവരുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒറ്റ പരസ്യം കൊണ്ട് ഒരു വിവാഹം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നില്ല. അത് ചിലപ്പോൾ വീണ്ടും അവർ ആവർത്തിക്കും. പക്ഷേ അവിടെയും നടന്നില്ല. രണ്ടാമത് വീണ്ടും എന്തു ചെയ്തു, പല മാട്രിമോണി സർവീസുകളിൽ, ബ്യൂറോകളിൽ ഏജൻറ്റുമാർ, ബ്രോക്കർ ഇവരെല്ലാം ഏൽപ്പിച്ചു. പക്ഷേ ഈ മാട്രിമോണികളിലേക്ക് ഓരോ ടൈപ്പ് സർവീസ് ഉണ്ടല്ലോ, ഏൽപ്പിച്ചിട്ട് ഇവരെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് എത്രത്തോളം സമയം അവരുടെ ഡെയിലി ലൈഫിൽ ചിലവഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്തരമില്ല. അവിടെ പേയ്മെൻറ്റ് കൊടുത്തല്ലോ, അവരെ ഏൽപ്പിച്ചല്ലോ. അല്ലെങ്കിൽ അതിൽ അനുയോജ്യമായിട്ടുള്ള മാട്രിമോണി ആണെങ്കിൽ അതിൽ അനുയോജ്യമായിട്ടുള്ള ആലോചനകളൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഒന്നും വന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ? വീണ്ടും ഏതെങ്കിലുമൊക്കെ ഒരു ഡീറ്റെയിൽസ് കാണുമ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് വീണ്ടും പോകുന്നതല്ലാതെ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം, മകൻ്റെ വിവാഹം ആയില്ല, ആ ഒരു വരുന്ന സമയത്ത് ചിന്തിക്കുമ്പോൾ ഉള്ള ടെൻഷൻ, നമ്മുടെ ചുറ്റുമുള്ളവർ പറയുമ്പോൾ ഉള്ള ടെൻഷൻ, ഇത് പറഞ്ഞാൽ ആ ഒരു സമയത്ത് തോന്നി എല്ലാവരും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. കാരണം അത് ആരുടെയും തെറ്റല്ല, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും അവരവരുടെ ഡെയിലി ലൈഫിൽ തിരക്കാണ്. കാരണം
അറിയാലോ, നേരം പുലർന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ജോലി എന്നുള്ള കാര്യം പിന്നെ രാത്രിയായിരിക്കും വരുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം അവധി കിട്ടുമ്പോൾ അവിടെ അവരുടെ ആ ഒരു കിട്ടുന്ന ദിവസം അവരുടേതായിട്ടുള്ള സമയം ചിലവഴിച്ച് പോകുമല്ലോ. അതിപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഇപ്പം കുറച്ചധികം നാളായിട്ട് നോക്കുന്നുണ്ട്. എന്തായിരുന്നാലും കാര്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിച്ചേ സാധിക്കുകയുള്ളൂ. അവിടെ ആരെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അച്ഛനും അമ്മയാണോ, സഹോദരങ്ങളാണോ, അല്ലെങ്കിൽ അവരവർ തന്നെയാണോ, സമയം കിട്ടുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ പുറകെ പോകുക. എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. എന്നുവെച്ചാൽ വിവാഹാലോചന നോക്കിയിട്ട് നടക്കാതെ ബുദ്ധിമുട്ടുന്നവർക്ക്, ചിലരുടെ ഇങ്ങനെയല്ല, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അത് ഓരോ റീസൺ കൊണ്ടായിരിക്കും. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കാരണമുണ്ട് കേട്ടോ. അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ പറയുന്ന കണക്ക് തന്നെ ആ അമ്മയുടെ ചോദിച്ചപ്പോൾ ശരിയാണ്, കറക്റ്റ്. ഈ പല സ്ഥലങ്ങളിലും പരസ്യം കൊടുത്തു നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഇതിൻ്റെ പുറകെ അവരെന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് പോകുന്നു എന്നല്ലാതെ അതിൻ്റെ പുറകെ കൃത്യമായിട്ട് സമയം ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇനി കൃത്യമായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ഏത് സർവീസിലായിരുന്നാലും അത് ഏൽപ്പിച്ചാൽ പോരാ, കൃത്യമായിട്ട് അതിൻ്റെ പുറകെ ആ സർവീസുകാർ മാത്രമല്ല അമ്മയും കാട്ടണം. എപ്പോൾ വീട്ടിൽ ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക, അതനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കൂടുന്നത്. അതുമാത്രമല്ല, അത് അമ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായി കേട്ടോ. അത് മാത്രമല്ല, ആ സമയം തൊട്ട് ആ സർവീസ് സപ്പോർട്ട് ഈ പറഞ്ഞില്ലേ, ഈ സമയം ആ മകൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നുള്ള ആ സമയം വരെ ആ അമ്മ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് അമ്മയ്ക്ക് ഒരു മടുപ്പും തോന്നാതെ കൃത്യമായിട്ട് വിളിച്ച് സംസാരിക്കുകയും ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു പോയത് കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല എന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം അവിടെ മോൻ്റെ വിവാഹം എന്തായിരുന്നാലും വൈകുന്നു. അപ്പം നല്ല പ്രായത്തിൽ മകൻ്റെ വിവാഹം കഴിച്ച് എന്തായിരുന്നാലും കുഞ്ഞുങ്ങൾ കുടുംബമായിട്ട് ജീവിക്കണം. അപ്പം എന്തവിടെ മാറ്റങ്ങൾ വരുത്തുക? എന്തായിരുന്നാലും ഈ ഒരു വർഷം കൊണ്ട്, ഇത്രയും വർഷം കൊണ്ട് അമ്മ ഒരു പാഠം പഠിച്ചല്ലോ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? ജാതകത്തിൻ്റെ കാര്യമായിരുന്നാലും കാസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നാലും ഇത് ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ് കേട്ടോ. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അമ്മ മകൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ എന്നുള്ള ഒരു കാര്യത്തിലും കടുംപിടുത്തം ചെയ്തില്ല, പിടിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെ സത്യം. കാരണം ആൺകുട്ടികളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ ചിന്തിക്കും, അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ട്, ഇതിനൊന്നും അധികം പ്രസക്തിയില്ല. പക്ഷേ മാതാപിതാക്കൾ പറയും ആ ജാതകം ഇത്ര പൊരുത്തം വേണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായിരിക്കണം. പക്ഷെ അതൊന്നുമില്ല. ആൺകുട്ടിയുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും മാറ്റം വരുത്തി. ജാതിയായിരുന്നാലും ശരി, ജാതകമായിരുന്നാലും ശരി, എല്ലാം ആവശ്യത്തിന് എന്നുള്ള, എല്ലാവരും മനുഷ്യരല്ലേ, നല്ലൊരു പെൺകുട്ടിയായിരിക്കണം, ആവശ്യത്തിന് വിദ്യാഭ്യാസമുള്ള ഒരു നല്ലൊരു കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയായിരിക്കണം, അത്രയേ തീരുമാനിച്ചിട്ടുള്ളൂ. അങ്ങനെ നല്ലൊരു മനസ്സോടുകൂടി അങ്ങനെ എല്ലാം ചിന്തിച്ച് ആ സമയം നോക്കാൻ ഏൽപ്പിച്ച സമയം തൊട്ട് ഈ ഉറപ്പിക്കുന്ന ടൈം വരെ അമ്മ കൃത്യമായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്ത് കൂടെ നിന്നത് കൊണ്ട് തന്നെ ആ ഒരു വിവാഹം പറഞ്ഞ ആ സർവീസ് സപ്പോർട്ട് എടുത്ത ആ സമയത്തിനുള്ളിൽ അവിടെ അവർ പറഞ്ഞിട്ടുണ്ട്, ആ സമയം കഴിയുന്നതിന് മുമ്പേ തന്നെ അമ്മയുടെ മകൻ്റെ വിവാഹം ഉറപ്പിക്കാൻ സാധിച്ചു. അതിന് തീർച്ചയായിട്ടും ആ അമ്മയ്ക്കൊരു അപ്രീസിയേഷനുണ്ട്. കാരണം അത് ആ അമ്മയുടെയും കൂടെ ഒരു എഫോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ പലരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അത് വിവാഹാലോചന നോക്കുന്നവരാകട്ടെ, മാതാപിതാക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, കുറച്ചൊക്കെ ഇതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അത് ചിലവഴിക്കുക, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ സജഷൻസ് ചോദിക്കേണ്ടവരുടെയൊക്കെ ചോദിച്ചും സപ്പോർട്ട് ആവശ്യമുള്ളിടത്ത് എവിടെ നിന്നാണ് അത് വാങ്ങിച്ചും തന്നെ പോകണം. അത് നമ്മൾ മറ്റെല്ലാ കാര്യത്തിനും അത് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ആ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തില്ല? കോസ്റ്റ് കൂടുതലായതുകൊണ്ടോ? അങ്ങനെ ചിന്തിക്കരുത്. മരണം വരെ നമ്മളോടൊപ്പം ഉള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ടൈമിന് വേറൊന്നും പ്രാധാന്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക.
അപ്പോൾ വീണ്ടും ഞാൻ തൊട്ടടുത്ത വിവാഹാലോചനകൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആലോചനകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, തുടർന്നും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന വിവാഹാലോചനകൾ കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ വിവാഹാലോചന നോക്കുന്നവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ, ഷെയർ ചെയ്ത് പോവുക. ഓക്കെ.